ഇല്ലാത്ത മാധ്യമരംഗത്തെ അതികായൻ, ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ അതികായൻ, അതിന് അപ്പുറം രാമോജി റാവു ഫിലിം സിറ്റിയുടെ സ്ഥാപകൻ, ചലച്ചിത്ര നിർമ്മാതാവ്, ETV ടെലിവിഷൻ നെറ്റ്വർക്കിൻ്റെ ഉടമ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ മുന്നിൽ വിഖ്യാതനാണ് രാമോജി റാവു. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന് 87 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഹൈദരാബാദിലെ സ്റ്റാർ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു ഈ കഴിഞ്ഞ ബുധനാഴ്ച അദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈനാട് പത്രം, നമ്മുടെ ഇവിടുത്തെ മലയാള മനോരമ പോലെ ആന്ധ്രയിലെ ഏറ്റവും വലിയ ദിനപത്രമാണ് ഈനാട്. അതുപോലെ ETV നെറ്റ്വർക്ക്, ഒരുപാട് TV ചാനലുള്ള നെറ്റ്വർക്കാണ് ETV. അങ്ങനെ നിരവധി മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമയാണ് അദ്ദേഹം. ഒരുപക്ഷെ ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ രാമോജി റാവു സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. തെലുങ്ക് ഭാഷയിലെ ശ്രദ്ധേയമായ ഒരുപാട് സിനിമകളുടെ നിർമ്മാതാവ് ആണ് അദ്ദേഹം. പത്രപ്രവർത്തനം, സാഹിത്യം, സിനിമ, വിദ്യാഭ്യാസം തുടങ്ങി പല മേഖലകളിലും അദ്ദേഹം സംഭാവനകൾ നൽകി. അതിനായി 2016 രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ പൂപ്പറമ്പ. യഥാർത്ഥം നമുക്ക് വ്യക്തിപരമായൊരു നഷ്ടം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. കാരണം നമ്മുടെ മീഡിയ സിറ്റി ഒക്കെ തന്നെ അദ്ദേഹം സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയൂ. SK അദ്ദേഹത്തെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഈ മാസം 5-ാം തീയതിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഹൈദരാബാദിലെ സ്റ്റാർ ആശുപത്രിയിൽ വെച്ച് സംഭവിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് SK സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമ, മാധ്യമ, വ്യാവസായിക പൊതുരംഗത്തിന് തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. രാമോജി റാവു ഫിലിം സിറ്റിയുടെ ഉടമയാണ്. അതോടൊപ്പം തന്നെ മാധ്യമരംഗത്ത് ഏറെക്കാലത്തെ ഇടപെടൽ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. 1983 അവിടെ സ്ഥാപിതമായിട്ടുള്ള ഉഷാ കിരൺ മൂവീസിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. പിന്നീട് തെലുങ്കിൽ നിരവധി സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു. അതായത് നിരവധി സിനിമകൾ നിർമ്മിച്ചു. 2016 അദ്ദേഹത്തെ രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിക്കുന്നത്. തെലുങ്ക് സിനിമയിൽ 4 ഫിലിംഫെയർ അവാർഡുകളും 2 ദേശീയ ചലച്ചിത്ര അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാധ്യമരംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. നമുക്കറിയുന്നത് പോലെ തന്നെ ഈനാട് ഗ്രൂപ്പ് തെലുങ്കിലെ തന്നെ അല്ലെങ്കിൽ ഹൈദരാബാദിലെ തന്നെ പ്രമുഖമായിട്ടുള്ള മാധ്യമ ഗ്രൂപ്പാണ്. അതോടൊപ്പം തന്നെ ETV ഉൾപ്പെടെയുള്ള അങ്ങനെ മാധ്യമരംഗത്തും സജീവമായിട്ടുള്ള ഇടപെടൽ നടത്തിയ വ്യക്തിയായിരുന്നു രാമോജി റാവു. അദ്ദേഹത്തിൻ്റെ അന്ത്യമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തും മാധ്യമ വ്യാവസായിക പൊതുരംഗത്തൊക്കെ തീരാ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായി തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ഹൈദരാബാദിലെ സ്വകാര്യ സ്റ്റാർ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് അരുൺ പൂപ്പറമ്പയാണ്. എന്തായാലും വളരെ സങ്കടകരമായൊരു കാര്യമാണ്, വലിയ വിയോഗമാണ്. ഒരുപക്ഷെ ആന്ധ്രയിലെ സാമൂഹിക രംഗത്ത് എത്രയോ പതിറ്റാണ്ടായി നിലനിൽക്കുന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാര്യം രാമോജി റാവു ഫിലിം സിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു അത്ഭുതമാണ്. അത്തരം ഒരു ഫിലിം സിറ്റിയൊക്കെ നടപ്പിലാക്കി അവിടുത്തെ ഏറ്റവും വലിയ പത്രം നടത്തി വലിയ ഒരു TV നെറ്റ്വർക്ക് കൊണ്ടു നടന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ഈ ജീവിതത്തിൽ ചെയ്തു വെച്ചു. പക്ഷേ മരണത്തിന് അങ്ങനെ കാര്യമൊന്നുമില്ലല്ലോ. രംഗബോധമില്ലാത്തൊരു കോമാളിയെ പോലെ അത് എപ്പോൾ കടന്നു വരുമെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല.